ബാക്ക് ടു അവർ ചാനൽ. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മളുടെ ഓണമാണ് കേട്ടോ. സോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അതിന് നമ്മളിപ്പം രാവിലെ കുറച്ച് ഫോട്ടോഷൂട്ട്സ് ഒക്കെ കഴിഞ്ഞാൽ ഈ കോലം കണ്ടിട്ട് ആരും മൈൻഡ് ചെയ്യേണ്ട കേട്ടോ ഓണത്തിന്. ബിക്കോസ് നമ്മൾ രാവിലെ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ട് ഡ്രസ്സ് ഊരിയിട്ട് ഗൈസ് എന്നിട്ട് നമ്മൾക്ക് പുറത്ത് പോകേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. സോ അപ്പം നമ്മളിന്ന് ഫുഡ് ബുക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ സദ്യ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ നേരെ ഫസ്റ്റ് ഓക്കെ ഫസ്റ്റ് നമ്മൾ നേരെ ഇപ്പോൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഏട്ടൻ വരുന്നുണ്ട്, ഞാനോട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ നമ്മൾ നേരെ പോയിട്ട് സദ്യ കഴിച്ചിട്ട് പിന്നെ എവിടെയോ പോകണം എന്ന് ഏട്ടൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റിൽ ഇറങ്ങിയത്. ലിപ്സ്റ്റിക്കൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. സദ്യ കഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മളുടെ ലിപ്സ്റ്റിക്കൊക്കെ പോവില്ലേ, അപ്പോൾ വീണ്ടും റീഅപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പം എല്ലാവർക്കും ഒരു തവണയും കൂടി ഹാപ്പി ഓണം, അടിച്ചു പൊളിക്കുക ഓണമൊക്കെ. പിന്നെന്താണ് പിന്നെ നമ്മൾ തൽക്കാലം ചെറിയ രീതിയിൽ പായസം കുടിച്ചു കേട്ടോ. കാരണം നീതി ചേച്ചി നമുക്ക് 2 പായസം, പരിപ്പ് പായസവും പാലടയും തന്നിട്ടുണ്ടായിരുന്നു. സോ പാലട ഞാൻ എന്തായാലും കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മളപ്പം ഫസ്റ്റ് പോയിട്ട് സദ്യ കഴിക്കാൻ പോവാണ് കേട്ടോ. സദ്യ കഴിച്ചിട്ട് വരാമെന്ന് വെച്ചു. അപ്പോൾ ഇതാ ഏട്ടൻ വരുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് ഇപ്പോൾ ഓൾറെഡി 1 മണി ആവാറായിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. സോ അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ സ്റ്റുഡിയോയിൽ പോവും. എനിക്ക് ടാറ്റ വന്നിട്ട് പോവാൻ മാത്രമായോ നിങ്ങൾ? പോവല്ലേ എന്ന് പറഞ്ഞത് അവൻ ചോട്ട മുമ്പൈക്കകത്ത് പറയുന്ന പോലെ. ഹാപ്പി ഓണം. അത്രയും വേണ്ടായിരുന്നു. പറയടാ. അയ്യോ അവന്റെ ഓഞ്ഞ ഹാപ്പി ഓണാണ്. നല്ല എനർജറ്റിക് ആയിട്ടാണ് ഹാപ്പി ഓണം പറഞ്ഞത്. ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ 2024 ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 2 ദിവസമായിട്ട് കുറേ ഇങ്ങനെ പ്ലാനിങ്ങിലായിരുന്നു. എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യണോ അതോ പുറത്ത് പോയിട്ട് കഴിക്കണോ, എങ്ങനെയാണ് ഓർഡർ ചെയ്യണോ, അങ്ങനെ കംപ്ലീറ്റ് ഒരു എന്താ പറയുക, ഒരു തീരുമാനം ഇല്ലാതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ബട്ട് അവസാനം നമ്മൾ ഫൈനലൈസ് ചെയ്തു. നമ്മൾ എന്തായാലും പുറത്തുനിന്ന് കഴിക്കാം, മീൻസ് എന്തായാലും ഓർഡർ ചെയ്യുന്നില്ല, പോയി കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ എന്തായാലും. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏട്ടൻ എപ്പോഴും കൂടുതലും നോൺ വെജ് പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് 2 പേർക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു നേരത്തേക്കായിട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ ബാക്കി നേരം കുറേ ദിവസം അത് ഫ്രിഡ്ജിൽ വെച്ച് ഉണ്ടാക്കി കഴിക്കുക. എത്ര ദിവസം കൊണ്ടാണ് തീർക്കാൻ പറ്റുക എനിക്ക് മാത്രം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവസാനം ഫൈനലൈസ് ചെയ്തു, നമ്മളെന്തായാലും പുറത്ത് പോയിട്ട് ഓണസദ്യ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അന്നേരമാണ് കണ്ണനും വന്നത്. സോ അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ ഓണസദ്യയൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ ഇനിയിപ്പോൾ അടുത്തത് സ്റ്റുഡിയോയിൽ പോവാണ്. ഹാപ്പി? You're always happy? അപ്പോൾ ഹാപ്പി? വയറ് ഫുൾ ആയി. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ നോക്കി പറയും. സോറി വണ്ടി ഓടിക്കാൻ. നീ പറയടോ. സദ്യ അടിപൊളി. ഇഞ്ചി അച്ചാറല്ല, ഇഞ്ചിക്കറി സൂപ്പർ ഇഞ്ചിക്കറി ആയിരുന്നു കേട്ടോ. അടിപൊളി സദ്യ. ഇവർക്ക് 2 പേർക്കും കുഞ്ഞിലയാണ് കിട്ടി, എനിക്ക് വലിയ ഇല തന്നു. ഗണപതിക്ക് അങ്ങനെ ആയിട്ടുള്ള നമ്മള് എന്താണ് ഓരോ ആൾക്കാരെ കാണുമ്പോൾ അറിയില്ല, അവർ ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ടാ കഴിക്കുന്നതെന്ന്. ഇവരൊക്കെ ചുമ്മാ ഇങ്ങോട്ട് വന്നു തന്നു എന്ന് പറഞ്ഞിട്ടിരുന്നതാണ്. അതിന് അരിമണിയൊന്നും തന്നില്ലല്ലോ, ചോറല്ലേ തന്നത്. ഇല കിട്ടാത്തോണ്ടോ? ഓൾമോസ്റ്റ് ഇലയൊക്കെ പ്ലേറ്റിൽ ഇപ്പൊ ഇല തീർന്നിട്ട് പ്ലേറ്റിൽ ഇപ്പൊ സമയത്രേ 1:56 ആയതേ ഉള്ളൂ. പക്ഷെ ഇല തീർന്ന് ഫുള്ള് പ്ലേറ്റിലാക്കി. നമ്മള് കറക്റ്റ് എത്ര മണി? 1 മണിക്ക് ചെന്നല്ലേ? 1 മണിയായപ്പോ നമുക്ക് ഇല കിട്ടി. എനിക്കാണെങ്കിൽ നല്ല അടിപൊളി ഇല കിട്ടി. ഇവർക്കൊക്കെ പിന്നെ ഡൂപ്ലിക്കേറ്റ് ഇല കിട്ടി. ഫുഡ് ഈക്വലായിട്ട് ആണെങ്കിലും പിന്നെ ചിലരൊക്കെ എന്റെ ഇലക്കകത്തുനിന്ന് അടിച്ചു മാറ്റി കഴിച്ചു. അത് ഞാൻ ചെയ്തതില് വളരെ ഒരു ശരിയുണ്ട്. എന്താന്ന് വെച്ചാൽ എന്താ ഞാൻ ചെയ്തേ? ഏട്ടന്റെ അകത്തുനിന്ന് മറ്റേ നമ്മുടെ ഉപ്പേരി എടുത്ത് ഞാൻ പറയാം. ചക്കര വരട്ടി അല്ല ചക്ക, ഞാൻ പറയാം. ഏട്ടന്റെ ഞാൻ പറയാം ഏട്ടന്റെ ഇലയിന്ന് ഉപ്പേരി കൂടുതലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിൽ നിന്ന് 2 ഉപ്പേരി എടുത്തിട്ട് ഞാൻ ഏട്ടന് പകരം 2 ഉപ്പേരി എടുത്തേ. ഉപ്പേരി എടുത്തിട്ട് ഞാൻ പകരം 2 ശർക്കര വരട്ടി കൊടുത്തു. ആ ഉപ്പേരി ഇത്ര തിന്നായിട്ടുള്ള 2 സാധനം ശർക്കര വരട്ടിയോ ഉണ്ട സാധനം കൂടുതൽ ആർക്കാ കിട്ടി? ആർക്കാ ലാഭം? ഏട്ടന്. അതിന് ഭക്ഷണത്തിന് വെറും 2 ഉപ്പേരിക്ക് വേണ്ടി സ്വന്തം ഭാര്യയോട് കണക്ക് പറയുന്നതാണ്. സോ അപ്പൊ ഇനി എങ്ങോട്ടാണ്?
ഏതാടാ നല്ലതാട്ടെ, കുറച്ചുകൂടെ നന്നായിട്ട് എഡിറ്റ് ചെയ്യും. ഇനി നമ്മള് സ്റ്റുഡിയോയില് പോവാണ്. നമ്മളിപ്പോ എത്ര പ്രാവശ്യം ഈ മാസം എത്ര പ്രാവശ്യം പോയി? ഈ മാസം 2 പ്രാവശ്യം വേണം അല്ലേ? ഇങ്ങനെ എന്നെ ചതിച്ചേ. ഞാൻ 3000 രൂപ മാറ്റി വെച്ചേ പോവാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇങ്ങനെ വിളിക്കാതെ പോയി. നമ്മള് സ്റ്റുഡിയോയിൽ എപ്പോഴാ പോയെ? നമ്മള് ഡ്രസ്സ് എടുക്കാൻ പോയി. അത് കഴിഞ്ഞ് അതെ അക്കുമോന് ഡ്രസ്സ് എടുക്കാൻ പോയി. അത് കഴിഞ്ഞ് ഇപ്പൊ അതാ ഇവന് ഡ്രസ്സ് എടുക്കാൻ പോകണം. സ്റ്റുഡിയോ നമ്മള് അവിടെ അങ്ങോട്ട് എഴുതി മേടിക്കാൻ പോവാണ്. നേരെ നേരെ സ്ട്രൈറ്റ്, അങ്ങോട്ട് നോക്കില്ല ഇങ്ങോട്ട് നോക്കില്ല, നേരെ പോകും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട് ഗൈസ്. ബട്ട് ഇതിലൊരു വലിയ കാര്യമുണ്ട് കേട്ടോ. എന്തെന്ന് വെച്ചാൽ ഫുഡ് അടിച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം എനിക്കും ഏട്ടനും ഇതുപോലെ ഉറക്കം വന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഉറക്കം തോന്നുന്നത് ഞങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര ഹെവി ആയിട്ട് ഒരു പ്രോപ്പർ സദ്യ കഴിച്ചിട്ട് കുറേ നാളായി സത്യം പറഞ്ഞാൽ. അതും പായസവും ഒക്കെ കൂടെ കുടിച്ച് ആകെപ്പാടെ സത്യം പറഞ്ഞ ഒരു മത്ത് പിടിച്ച അവസ്ഥയായിട്ട് ഞാൻ കുറേ നേരം ഞാൻ ഇതിലൊക്കെ നടന്നു. പിന്നെ അവൻ ഓൾമോസ്റ്റ് ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ താ ഞാൻ നോക്കി ഇപ്പോൾ ഇവിടെ കുത്തിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനും വന്ന് അവിടെ ഇരുന്ന് കുറച്ച് നേരം. നല്ല ഉറക്കം വരുന്നുണ്ടോ? എനിക്ക് ഫുഡ് അടിച്ച് അപ്പം കിടന്ന് ഉറങ്ങണം, നല്ല ഉറക്കം. അങ്ങനെ കുറേ നേരം വീട്ടിൽ സ്ഥലമില്ലാത്ത പോലെ സ്റ്റുഡിയോയിൽ പോയി കിടന്ന് ഉറങ്ങി നല്ല ഉറക്കം തൂങ്ങി കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു പോരുന്ന വഴി കുറച്ച് ഇതൊക്കെ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവനെ പേടിപ്പിക്കുമായിരുന്നുണ്ട്. ആ ഏട്ടൻ ഉറങ്ങിക്കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. അവൻ അത്യാവശ്യം ചെറിയ രീതിയിൽ പേടിയൊക്കെ ഉണ്ടായിരുന്നു. സോ അവനിങ്ങനെ ഏട്ടൻ്റെ അടുത്ത് എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ, ഒന്നും ഉള്ള കാര്യമല്ല കേട്ടോ, ഇല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ നമ്മളുടെ ഓണം സദ്യ കഴിഞ്ഞു. പിന്നെ ഒരു കുട്ടി ഷോപ്പിംഗ്, നമുക്കല്ലെങ്കിലും അവന് വേണ്ടിയിട്ടായാലും നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടോ നമുക്കൊരു ജ്യൂസ് കുടിക്കാം. ആക്ച്വലി ശരിക്കും നമുക്ക് നല്ല സോഡ നാരങ്ങ വെള്ളം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് കിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ജ്യൂസ് വാങ്ങാമെന്ന് പറഞ്ഞാൽ അവിടെ കയറി അവക്കാഡോ ഷേക്ക് വരെ ഓർഡർ ചെയ്തു ഗൈസ്. മത്ത് പിടിച്ച് ഓൾറെഡി ഇരുന്നതുകൊണ്ട് മധുരമൊന്നും ഇടാണ്ടാണ് മേടിച്ചെങ്കിലും ഒട്ടും കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ 1/4 ഭാഗം പോലും കുടിച്ചില്ല. പിന്നെ പാവയേട്ടൻ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ബാക്കി അത് ഫുള്ള് കുടിച്ചു. മധുരം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്രയ്ക്കും എന്താ പറയുക ഒരു മടുപ്പ് പെട്ടെന്ന് തോന്നിയില്ല. പക്ഷേ എനിക്കത് ഭയങ്കര തിക്കായതുകൊണ്ട് എനിക്കത് കുടിക്കാനേ തോന്നിയില്ല കേട്ടോ. എങ്ങനെങ്കിലും നേരെ വീട്ടിലേക്ക് പോവുക, കിടന്ന് ഉറങ്ങുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ഓണം ഒരു വഴിക്കാക്കി പിന്നെ അടുത്ത ഗിഫ്റ്റിലിട്ടിട്ട് പൂട്ടുക. നമ്മൾ ഫുഡൊക്കെ അഴിച്ച് വയറൊക്കെ ഫീൽ ആയി പോടാ പാവം. Here. How's your Onam? Super? Happy? വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നീതു ചേച്ചി രാവിലെ തന്നിട്ടുള്ള കുറച്ച് പായസം കൂടി ഇരിപ്പുണ്ടായിരുന്നു. പാലട എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോയത്. തണുപ്പിച്ച് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അപ്പോൾ നേരെ ചെന്നിട്ട് അതായിരുന്നു പരിപാടി. അങ്ങനെ പായസമൊക്കെ കുടിച്ചു വന്നിട്ട് കിടന്ന് ഉറങ്ങാനുള്ള പ്ലാനാണ് ഇനി. അങ്ങനെ നമ്മുടെ 2024 ഓണവും കഴിഞ്ഞു. അപ്പം ഇനിയിപ്പോൾ ഉള്ളത് എന്താണ്, ഇനിയിപ്പം ഇവിടെ ദസറ ഉണ്ട് നമുക്ക്. നെക്സ്റ്റ് ഇപ്പം ഒക്ടോബറിൽ ദസറ വരുന്നുണ്ട്, നവരാത്രി. പിന്നെ അത് കഴിഞ്ഞ് ദിവാലി വരുന്നുണ്ട്. ദിവാലി എനിക്ക് തോന്നുന്നത് ദിവാലി ഒക്ടോബറിൽ തന്നെയാണെന്ന് തോന്നുന്നു. ഒക്ടോബർ ലാസ്റ്റ് തന്നെയാണ് ദിവാലിയും വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ക്രിസ്മസ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ 2024 തീർന്നു. നെക്സ്റ്റ് ഇനി 2025. എത്ര പെട്ടെന്നല്ല 2024 പോയത്. ഇപ്പോഴും ഞാൻ ന്യൂ ഇയറിൻ്റെ അന്നത്തെ മീൻസ് രാത്രി നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ചത് ഞാൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അല്ല മീൻസ് ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഓണം അങ്ങനെ പോയി ഫുഡൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഗൈസ് നമ്മൾ സിറ്റിയിൽ പോയില്ല, ജസ്റ്റ് ഒന്ന് സ്റ്റുഡിയോയിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നമുക്കല്ല കണ്ണന്. അപ്പോൾ അവനൊന്ന് സ്റ്റുഡിയോയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പോയി. പക്ഷെ ഉറക്കം തൂങ്ങിയിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരുപാട് നാൾ കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഹെവി ആയിട്ട് കംപ്ലീറ്റ് എല്ലാ ഐറ്റംസും കൂട്ടിയിട്ട് സദ്യ കഴിക്കണം. അപ്പോൾ ചിലപ്പോൾ ഇനി അതുകൊണ്ടായിരിക്കാം സദ്യ കഴിച്ചാൽ നമുക്കിപ്പോൾ കല്യാണത്തിനൊക്കെ പോയാലും നമ്മൾ നേരെ സദ്യ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് കിടന്ന് ഉറങ്ങുവാണല്ലോ. അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ, ഞാനങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ക്ഷീണമായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന വഴി ഒരു അവക്കാഡോ ഷേക്ക് വാങ്ങി കേട്ടോ. അതിൻ്റെ 1/4 ഭാഗം പോലും ഞാൻ കുടിച്ചില്ല ഗൈസ്. ഞാനാണേ ഒത്തിരി ഇങ്ങനെ മത്ത് പിടിക്കാതിരിക്കാനായിട്ട് മധുരം ഒന്നും ഇടാണ്ടാണ് മേടിച്ചത്. പക്ഷേ എങ്കിൽ പോലും എനിക്ക് കുടിക്കാൻ പറ്റിയില്ല. പിന്നെ ബാക്കി ഏട്ടൻ കുടിച്ചെന്ന് തോന്നുന്നു, കുടിച്ചു കളയില്ല ഏട്ടൻ.
അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് ഏട്ടൻ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെന്താണ് ഒന്നുമില്ല. ഇപ്പം ഞാനും കയറി കിടന്നിട്ട് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഇവിടെ സൊസൈറ്റിയിൽ എന്താണെന്നറിയോ, നമ്മുടെ ഗണപതിയുടെ അന്നദാനം പോലെ ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗണപതി വിസർജനത്തിൻ്റെ ദിവസമാണ്. അതായത് നമ്മൾ ഗണപതി ഒഴിക്കുന്ന ദിവസമാണ് ചെയ്യുന്നത്. നോർമലി നമ്മളങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എന്നാണ്, മീൻസ് നമുക്കിവിടെ നോട്ടീസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കാണ് അത് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്, ഇന്നാണോ ഗണപതി വിസർജനം. അങ്ങനെയാണെങ്കിൽ വൈകിട്ട് സന്ധ്യയാകുമ്പോഴേക്കും പ്രോഗ്രാംസ് ഒക്കെ കാണും. സന്ധ്യ കഴിയുമ്പോഴേക്കും രാത്രി വരെ പ്രോഗ്രാംസ് ആയിരിക്കും ഇവിടെ നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുകൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വ്ലോഗ് ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. കാരണം നല്ല ടയർഡായി. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. വൈകുന്നേരം നമ്മൾ എണീറ്റ് കാപ്പിയൊക്കെ കുടിച്ച്, എപ്പോഴാണോ എണീക്കുമ്പം കാപ്പിയൊക്കെ കുടിച്ചിട്ട് സുഖമായിട്ടിരിക്കും. ലൈറ്റായിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും നമ്മൾ കഴിക്കത്തുള്ളൂ ഇനി രാത്രി. ഞാൻ എന്തായാലും അത്രയേ ഉള്ളൂ. ഏട്ടന് വിശന്ന് ഏട്ടൻ കഴിക്കുമായിരിക്കും കേട്ടോ. അപ്പം ഓണമൊക്കെ ചെറിയ രീതിയിലായാലും നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഓണമൊക്കെ നടന്നു. അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് ഓണം ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. സോ ഒരു തവണയും കൂടെ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പം നമ്മൾ നെക്സ്റ്റ് വ്ലോഗുമായിട്ട് വേഗം വരുന്നതായിരിക്കും. അപ്പം അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സോ ബൈ, സീ യു.